ഒരു ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് യാത്രകൾ വേണ്ടി വരുമെന്ന് പറയുന്നത് ഉള്ളതാണല്ലോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിപ്പാണ്. ട്രെയിൻ യാത്രയാണ് ഏറ്റവും അഫോർഡബിൾ യാത്രയെന്ന് പല കാര്യങ്ങളിലൂടെയും ഞങ്ങളത് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ ട്രെയിനിൽ ഒരു നല്ലൊരു യാത്ര, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് യാത്ര ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ആൻഡ് ഇത്രയും മല കുറേ സമയം കണ്ടിരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് രാവിലെ തന്നെ മൂഡിൽ നിറഞ്ഞ ആ ഒരു സീനറി. ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അപ്പം തന്നെ പുറത്തിറങ്ങിയിട്ട് ബസ്സൊക്കെ നോക്കി. വലിയ പെടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. ആൻഡ് ഇവിടുത്തെ ഓട്ടോകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് നല്ല സ്പേസിങ് ആണ്. ഉള്ളിൽ മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും എല്ലാവരും. അത് കഴിഞ്ഞ് വിശന്നു അറിയാലോ, വേഗം പോയി ഫുഡ് അടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പ്ലാനുകളൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഒരു മോളിലോട്ട് അങ്ങ് വിട്ടു. മോളിൽ കയറി അറിയാലോ, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കുക, പർച്ചേസ് ചെയ്യുക, ഇതൊക്കെ തന്നെ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നല്ലൊരു കറക്കം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ചിക്കനിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. രാവിലെ 11 മണിക്ക് കയറിയതാട്ടോ ഞങ്ങൾ ഈ മോളിൽ. ഞങ്ങളിപ്പോൾ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 മണി 7:30 ആയിട്ടുണ്ട്. അങ്ങനെ കുറേ ബിസിനസ് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ യാത്ര പോകുമ്പോൾ അറിയാലോ, ഏറ്റവും നല്ലത് ഓട്ടോയിലുള്ള യാത്ര തന്നെയാണ്, ഒന്നും പറയാനില്ല. രാത്രിയിൽ ആ ലൈറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ റോട്ടിലൂടെ നല്ല കാറ്റും കൊണ്ടുള്ള ഈ യാത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഓട്ടോയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കുറച്ച് പ്ലാറ്റ്ഫോംസൊക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെങ്കിലും ട്രെയിൻ ഞങ്ങൾ പിടിച്ചു. അങ്ങനെ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ദി എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പുതിയ ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബായ്.